ഓസ്ട്രേലിയയിൽ 2025 ന്യൂ ഇയർ ആഘോഷമാണ് ഈ കാണുന്നത്. ഇത് ഭയങ്കര പ്രത്യേകതയുള്ളൊരു വർഷമാണ് ഞങ്ങൾക്ക്. എന്താ വെച്ചാൽ ഞങ്ങൾ ഈ വർഷം 2 ന്യൂ ഇയർ ഒരുമിച്ച് തന്നെ ആഘോഷിച്ചായിരുന്നു ഇവിടെ ഓസ്ട്രേലിയയിൽ. ഞങ്ങൾ ഈ താമസിച്ചതെന്ന് വെച്ചാൽ കൂലങ്കട്ട എന്നുള്ളൊരു ട്വിൻ സിറ്റി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത് NSWൻ്റെ ബോർഡർ, അതായത് സിഡ്നി ഉൾപ്പെടുന്ന NSWയും ക്യൂൻസ്ലാൻഡ്, അതായത് ബ്രിസ്ബെയിൻ എന്നുള്ള സ്ഥലം ഉൾപ്പെടുന്ന ക്യൂൻസ്ലാൻഡിൻ്റെയും ബോർഡറായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ 1 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ NSW, അതായത് സിഡ്നി ഉൾപ്പെടുന്ന സ്ഥലത്തെ ന്യൂ ഇയർ ആഘോഷിച്ച് ജസ്റ്റ് നടന്ന് അടുത്തൊരു ബീച്ചിൽ ചെന്നപ്പോൾ 1 മണിക്കൂറിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്യൂൻസ്ലാൻഡിൻ്റെയും ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റും. പിന്നെ ഇവിടെ തന്നെ അവരൊരു മോണ്യുമെൻ്റ് മാതിരി പണിത് വെച്ചിട്ടുണ്ട്, അതായത് ടൈം സോൺ മാറുന്നതിനെ കുറിച്ചുള്ളത്. ഇത് ക്യൂൻസ്ലാൻഡ്. ഒരു വരയുടെ വ്യത്യാസമാണ്, ഓരോ മണിക്കൂർ വ്യത്യാസം പറഞ്ഞത്. ഞങ്ങൾ ചായ പിടിക്കാനായിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴേക്കും ചായ പിടിക്കാൻ പോയി 1 മണിക്കൂർ, തിരിച്ചു വരുമ്പോൾ പിന്നെ 1 മണിക്കൂർ വ്യത്യാസമാണ്. ഒരു വരയ്ക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളാണ്. അതുകൂടാതെ ഇതുമേ അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അതായത് കുറേ ഫോട്ടോസും കാര്യങ്ങളും, അത് എങ്ങനെയാണ് അന്ന് ചെയ്തതെന്നുള്ളത്. എന്നുവെച്ചാൽ ഇവിടെ എപ്പോഴും ഉപയോഗിക്കുന്ന ക്യൂൻസ്ലാൻഡ് ടൈമാണ്. അതായത് ടൈം ചേഞ്ചിങ് ഉള്ളത് കാരണം കൊണ്ട് തന്നെ ക്യൂൻസ്ലാൻഡിൻ്റെ ടൈമാണ് ഇവർ ഉപയോഗിക്കുന്നത്. NSW 1 മണിക്കൂർ നേരത്തെയാണ് ക്യൂൻസ്ലാൻഡിനേക്കാളും ഇപ്പോഴും.